ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാദ്ര മനസ്സും യേശുനാഥാ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ പിന്നെന്ത് ചെയ്യും? നിങ്ങൾ സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? വിഗ്രഹത്തിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണുന്ന വിഷയം ആണ് വിഗ്രഹം. ചിലപ്പോൾ നീയാണെങ്കിൽ ആ മഹത്വം നിനക്ക് കിട്ടും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ, കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ആ മഹത്വം വിഗ്രഹത്തിന് കൊടുക്കും. ബൈബിളിൽ വിഗ്രഹം എന്ന് പറയണത് ഇങ്ങനെ സ്റ്റാച്യു വലിക്കുന്ന സംഭവത്തിന് മാത്രമല്ല, ദ്രവ്യാഗ്രഹത്തിനും വിഗ്രഹമാണ്. പക്ഷേ ബേസിക്കായിട്ട് ബിബ്ലിക്കൽ തിയോളജിയിൽ ഒരു ഐഡോളട്രി എന്ന് പറയണത് എന്താ സംഭവം? എന്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അയാൾ വിഗ്രഹമാണ്. ഒന്നാം സ്ഥാനം. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഞായറാഴ്ച നമ്മൾ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴുണ്ട് എന്ത് പറ്റും? ആങ്ങള കാനഡയിൽ നിന്ന് വരും. അപ്പോഴാണ് അവൻ വെട്ടിയും തൂക്കി പിടിച്ച് നമ്മുടെ വീട്ടിൽ വരണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവനെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മകന് PR എടുക്കാനുള്ള എല്ലാ സംവിധാനവും അവനവിടെ ചെയ്തിട്ടാണ് വരണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇവിടെ നീ ഒന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പത്തന്നെ സാരി കഴിച്ചിട്ട് അവന് വേണ്ടി കോഴിയുടെ തല വെട്ടണ പരിപാടിക്കാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ല ആരാണ് വിഗ്രഹമെന്ന്? അപ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് ഇറങ്ങിയ ആളാണ്. മകന് PR ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ കാനഡയിൽ ചെയ്തിട്ട് അവൻ ലീവിന് ആങ്ങളെ വീട്ടിൽ വന്നപ്പോൾ ആ കുർബാനയ്ക്ക് സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു. ഇവിടെയാണ് പ്രശ്നം വരണത്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചുമ്മാ കൈവെക്കുമ്പോൾ അറിയാൻ പറ്റിയ ഫ്രോഡ് ക്രിസ്ത്യാനി ആരാണെന്ന്. അതായത് നമ്മൾ ദൈവത്തിന് അവിടെ എന്താ സംഭവം? ഇവിടെ മകനെ നീ ഞങ്ങളുടെ കൂടെ വാ, കുർബാനയ്ക്ക് വാ. കുർബാനയ്ക്ക് ഇപ്പോൾ എത്ര നാളെ കുർബാന കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നീ ടയർഡ് നീ കിടന്നോ, ഞാൻ ആരെങ്കിലും വിളിച്ച് വീട്ടിലുള്ള ആരെ ഏൽപ്പിച്ചിട്ട് കുർബാനയ്ക്ക് നമ്മൾ പോകും. അപ്പോൾ ഒന്നാം സ്ഥാനം ആർക്കായി? കർത്താവിനായി. നമ്മളിതെല്ലാം ഇതാണ് ഐഡോളട്രി എന്ന് പറയണത്. ആ കുർബാനയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കാനഡയിൽ വന്ന് ആങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ ദ്രവ്യാഗ്രഹമാണ്. അവൻ നമ്മുടെ മകനെ കൊണ്ട് രക്ഷപ്പെടുത്തും. അവനോടൊപ്പം ഇന്നലെ ശമ്പളത്തിലാകും. അപ്പോൾ ആ ദ്രവ്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്നു. അതാണ് ബൈബിളിൽ പറയണത് ദ്രവ്യാഗ്രഹമാണെന്ന്. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം. യാക്കോബ് പറയണില്ലേ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം. അപ്പോൾ ഒരു വിഷയത്തിന് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ദൈവത്തിനല്ലാതെ വ്യക്തികൾക്കോ വിഷയത്തിനോ കിട്ടിയാൽ എന്താ പറ്റും? ചിലർ ഇവിടെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ആ രാജ്യത്ത് പോകത്തില്ല. എന്താണ്? അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് സാധ്യതയില്ലെന്നും. അതാണ് അവരുടെ ബുദ്ധി. അപ്പോൾ അവരെന്താ? വിശുദ്ധ കുർബാന കിട്ടാൻ സാധ്യതയില്ല. നമ്മുടെ ഇന്ത്യയിലെ ഒരു മേഘാലയയിൽ എങ്ങോട്ടോ ഒരു സ്ഥലത്തേക്ക് പോകാൻ നേരത്തെ കൗൺസിൽ ചെയ്തപ്പോൾ പറഞ്ഞ്, അച്ഛാ എനിക്ക് മേഘാലയ ജോലി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സ്ഥലമാണ് അവിടെ, അത് ഉത്തർപ്രദേശിൻ്റെ താഴെവിടെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ തിരക്കിയത് കുർബാനയ്ക്കും അല്ല, പള്ളി എവിടെയെങ്കിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ പറഞ്ഞൊരു 10
55 കിലോമീറ്ററോട് ഒരു പള്ളിയില്ല. അയ്യോ എനിക്ക് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ പ്രശ്നം? അതാണ് സംഭവം. അതാണ് വിശ്വാസി എന്ന് പറയണത്. പിന്നെ കുർബാന നാട്ടിൽ വന്ന് കൂടിയാലും മതി, ജോലിയല്ലേ വരുന്നതെന്ന് പറയുമ്പോൾ ജോലി വിഗ്രഹമായി. എൻ്റെ മക്കളെ, ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞ ചാലഞ്ചാണ്. എപ്പോഴും ഇങ്ങനെ പ്രലോഭനം. ചിലക്കൊരു പ്രലോഭനവും ഇല്ലല്ല. ചില പ്രലോഭനം എന്ന് കേൾക്കുമ്പോൾ സെക്സ് എന്നാണ് തലയിൽ കയറിയിരിക്കണത്. കാരണം സെക്സ് തന്നെയാണ് തലയിരിക്കണത്, അതുകൊണ്ടായിരിക്കും. അതൊന്നും അല്ല പ്രലോഭനം എന്ന് പറയണത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനത്തിന് വേറെ എന്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് അപഹരിച്ചാലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഒരു സ്ഥലം, നമ്മുടെ ആധ്യാത്മികത്തിനും ആത്മാവിനും സ്ഥാനം കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എത്തിയാൽ, ഇഫ് യു ഡോണ്ട് ഫീൽ എനി ഗ്രിറ്റ്, നിങ്ങൾ വിഗ്രഹാരാധകനാണ്. നിങ്ങൾക്ക് അതുകൊണ്ടൊരു വിഷമം തോന്നണില്ലെങ്കിൽ നിങ്ങളൊരു പ്രഖ്യാപിത വിഗ്രഹാരാധകനാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഒരു വിഷയം, അതിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രാധാന്യപ്പെട്ട് നിങ്ങൾ ആകർഷിച്ച് പോയിട്ട് നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നണില്ലെങ്കിൽ നിങ്ങളൊരു പ്രോംഡായിട്ടുള്ള ഒരു ഐഡൽ വർഷിപ്പുകാരനാണ്, വിഗ്രഹാരാധകനാണ്. ഒന്ന് അനുതാപപ്പെടുക. കർത്താവായ ദൈവമേ, നെഞ്ചത്ത് കൈവെക്കുക. കർത്താവായ ദൈവമേ, ഈ പറഞ്ഞു കേട്ടതുപോലെ ഞാൻ അങ്ങയ്ക്ക് ഒന്നാം സ്ഥാനം തരാതെ മറ്റു പല വിഷയങ്ങൾക്കും വ്യക്തികൾക്കും എനിക്ക് തന്നെയും ഒന്നാം സ്ഥാനം കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ മടങ്ങി വരാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ അനുതാപത്തിലേക്ക് വഴി നടത്തണമേ. അനുതാപം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് എന്നെ വഴി നടത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇതുപോലെ സ്വയം മഹത്വത്തിലേക്കും നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മുടെ മഹത്വത്തിൻ്റെ ഔന്നത്യത്തിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ വിജയത്തെ നമ്മളുടെ മഹത്വത്തിലേക്കുമെല്ലാം വകമാറ്റി ചെലവഴിച്ചവരെ
അനുതാപപ്പെട്ടുകൊണ്ട് തിരിച്ചു വരണം. ഉടമ്പടിക്ക് എപ്പോഴും ഉള്ള ഒരു രീതി, ദൈവം ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടി ചെയ്ത വ്യക്തികളെ അനുതാപത്തിന് വേണ്ടി അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ ചിലരത് ഉൾക്കൊള്ളും, അവർ തിരിച്ചു വരും. പക്ഷെ 1/3 ബൈബിളിൽ തിരിച്ചു വരണത്. 2 ദൈവത്തോട് മറുത്ത് നിൽക്കും, മറുതലിച്ച് നിൽക്കും. അങ്ങനെ ഉടമ്പടിയെ അനുസ്മരിപ്പിച്ച ഒരാളാണ് സക്കറിയ. കർത്താവ് അയാളെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളയാളെ കൊന്നു കളഞ്ഞു, പക്ഷെ കാര്യമില്ല, രക്തത്തിന് ഞാൻ പകരം ചോദിക്കുമെന്ന്. ഉടമ്പടി തെറ്റിച്ച് അതിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞു വിട്ടായിരുന്നു ദൈവം. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ വന്നത് അങ്ങനെയാണ്. ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ നിങ്ങളും ദൈവവും തമ്മിലുള്ള അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി വിട്ടതാണ്. സന്ദർശനമെന്ന് പറയും. ക്രിസ്തുവും അങ്ങനെ വന്ന ആളാണ്. സന്ദർശിക്കാൻ. ഉടമ്പടി എടുത്ത ആൾക്കാരുടെ മാനസിക ജീവിതാവസ്ഥ എന്താണ് എന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്ന ആളാണ്. ലാസ്റ്റ് വന്ന ആളാണ് ക്രിസ്തു. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം ഇപ്പം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ 19:44 ലൂക്കാസ് വിശേഷം. ഇപ്പം ഉടമ്പടി എടുക്കാൻ വരും, എടുക്കണവരെ സന്ദർശിക്കാൻ വേണ്ടി വരും. ഉടമ്പടി എടുത്തവരെ ദൈവം സന്ദർശിക്കും. കാര്യം ഉടമ്പടി മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു അവകാശ ബന്ധമുള്ളൂ. വേറെ ഒരു ബന്ധം ദൈവം ആരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എബ്രാഹുമായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടിയാണ്, യാക്കോബിനോടുകൂടെ ഉടമ്പടിയാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ മോസസ് വഴി ഉടമ്പടി ഉണ്ടാക്കി, ജോഷുവ വഴി ഉടമ്പടി ഉണ്ടാക്കി. ഉടമ്പടി അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ന്യായാധിപന്മാരുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നറിയാൻ വേണ്ടി പ്രവാചകന്മാരുണ്ട്. അങ്ങനെ വന്നൊരാളാണ് സക്കറിയ. എന്നിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ഇതുപോലെ വിഗ്രഹങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡോളട്രി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വയമായിട്ട് ഏറ്റെടുക്കുന്നതിനാണ് ഐഡോളട്രി എന്ന് പറയുന്നത്. ഇങ്ങനെ പലപ്പോഴും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അവരുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ മക്കളുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആരുടെങ്കിലും പാർട്ടിക്കാരുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ സർക്കാർ ദൈവം മാറ്റിയത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ദൈവത്തിൻ്റെ മഹത്വം അങ്ങോട്ട് എഴുതി തള്ളിയിട്ട് മറ്റുള്ളവരുടെ പെണ്ണിലേക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ട് അവരുടെ ദാസ്യ വേല ചെയ്യും. അതിനാണ് ഐഡോളട്രി എന്ന് പറയണത്. അങ്ങനെ വരുമ്പോൾ ദൈവം ഇടയ്ക്ക് ഇത് ഓർപ്പിച്ച് തരും, നിങ്ങൾ ഐഡോളട്രിയിലാണ്. അങ്ങനെ ആരെങ്കിലും ഓർപ്പിക്കാൻ വന്നാൽ ഇസ്രായേൽ ജനം അനുദപിച്ചിട്ട് അവർ ചാക്കൊടുത്ത് ചാരം പൂശിയിട്ട് ആ ഉടമ്പടിയോട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് വീണ്ടും ഉടമ്പടി പുതുക്കുവർ. ചിലർ ഓർപ്പിക്കാൻ വന്നവരെ കൊന്നുകളയും. അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ട ആളാണ് സക്കറിയ പ്രവാചകൻ. 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിലെ 24-ാം അധ്യായം 18-ാം വാക്യത്തിൽ സക്കറിയയെക്കുറിച്ച് പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 24-ാം അധ്യായം 18-ാമത്തെ വാക്യം. സക്കറിയ ഉടമ്പടി ഓർപ്പിക്കാമെന്നാണ്. പക്ഷെ സക്കറിയയെ അവർ കല്ലെറിഞ്ഞ് കൊന്നു കളഞ്ഞു. പക്ഷേ എല്ലാവരും വിചാരിച്ച് സക്കറിയ അടക്കി കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നില്ലാന്ന്. പിന്നെ എത്രയോ കൊല്ലം കഴിഞ്ഞാണ് കർത്താവ് വരണത്. ഇപ്പം സക്കറിയയുടെ പുസ്തകം എടുത്ത് വായിക്കും. നിങ്ങൾ പണ്ടൊരാളെ ഉടമ്പടി അനുസ്മരിക്കാമെന്നൊരാളുടെ കഥ കഴിച്ചില്ലേ? അവൻ്റെ കാര്യം കണക്കെൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. നിങ്ങൾ കല്ലെറിഞ്ഞ് കൊന്ന സക്കറിയയുടെ രക്തം തൊട്ട് ബലിപീഠത്തിന് വെച്ച് വധിക്കപ്പെട്ട വ്യക്തിയുടെ രക്തം വരെ ഈ തലമുറ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. കാര്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ നമുക്ക് ഒന്നും നമ്മുടെ കയ്യിൽ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടില്ല. മാതാപിതാക്കന്മാർ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളായവരാ. നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല, നമ്മളൊന്നും കൊടുത്ത് വാങ്ങിച്ചതല്ല, സൗജന്യ ദാനമാണ്.
ആ സൗജന്യ ദാനത്തിന് എളിമയോട് വിനയത്തോട് നിന്നുകൊണ്ട് അപ്പം തന്ന സ്വത്തിനെ ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കണം. അല്ലാതെ അത് ചൂത് കളിച്ചും നമ്മുടെ കൈ അനങ്ങാതെ വാങ്ങിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് ചില ആൾക്കാർ ദൂർത്തടിക്കും. അങ്ങനെ പന്നിക്കൂട്ടത്തിൽ പോയ ആൾക്കാരെ തിരക്കിയാണ് പ്രവാചകന്മാരും ന്യായാധിപന്മാരും വന്നിരിക്കുന്നത്. അപ്പം അതിൽ ചില ആൾക്കാരെ കൊന്നു കളഞ്ഞു. പക്ഷേ അവർ വരുമ്പോഴവരെന്താ പറയണത്? നിങ്ങൾ റിട്ടേൺ ചെയ്യണമെന്നേ പറയത്തുള്ളൂ, മടങ്ങി വരാൻ പറയും. ഉടമ്പടി എപ്പോഴും ഉടമ്പടി എടുക്കുന്നവർ ശ്രദ്ധിക്കണം. അത് മടങ്ങി വരാൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വരമാണ് ഉടമ്പടി. ഏതെങ്കിലും കാരണവശാൽ ദൈവത്തെ അറിയാതെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ ശേഷി കൊണ്ടോ ശേമിഷി കൊണ്ടോ പൗന്നത്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഓർമ്മശക്തി കൊണ്ടോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ പഠിച്ച് മിടുക്കനായതുകൊണ്ട് നേടിയെടുത്തതാണെന്ന്. ഇപ്പം ചിലർ പറയത്തില്ലേ, നീ എന്താണ് അപ്പനെ വിളിക്കാത്തത്? അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, ഞാൻ ജോലി വാങ്ങിച്ചു. അപ്പം എല്ലാം ഞാൻ അപ്പനോട് ഉള്ള പ്രതികാരത്തിന് കണക്ക് തീർക്കാൻ വേണ്ടി ഇളയപ്പൻ്റെ മക്കൾക്ക് പൈസ അയച്ചു കൊടുക്കും. അപ്പോഴും അപ്പന് പൈസ അയച്ചു കൊടുക്കത്തില്ല. അപ്പനെ പാഠം പഠിപ്പിക്കുകയും. ഇങ്ങനെ കുറേ കുരങ്ങന്മാരുണ്ട്, അപ്പനെ പാഠം പഠിപ്പിക്കുന്ന പെരിച്ചാഴികൾ. നിങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും? കാര്യം അപ്പൻ എൻ്റെ സ്ഥാനത്തുനിന്ന് അപ്പൻ നിനക്ക് ചുക്കിന് കാശ് തന്നില്ലെങ്കിലും ദൈവം അപ്പൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. എന്താണ്? നിന്നെ ജനിപ്പിച്ചതിന് ഉത്തരവാദി അവനാണ്. അവനെയാണ് നിന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവൻ നിൽക്കുന്നത്. ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു കർമ്മത്തിലാണ് നീ ജനിച്ചിരിക്കുന്നത്. അപ്പം അപ്പനോടോ അമ്മയോടോ അവരൊന്നും നമുക്ക് തന്നില്ലെങ്കിലും നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് പറയണത്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ആ പഴയ ദൈവബന്ധത്തിലേക്ക് വരികയാണ്. മാതാപിതാക്കന്മാരുടെ സ്ഥാനത്ത് കാണുന്ന സഭാശ്രേഷ്ഠന്മാർ, അതുപോലെ തന്നെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, മുതിർന്നവർ പോലും നമ്മൾ ഒരു അനുരഞ്ജനമാക്കി മാറുകയാണ്. എന്താണ്? ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ നാമത്തിൽ വ്യക്തികളോടും ദൈവത്തോടും ഐക്യപ്പെടുത്തുന്നു. ഉടമ്പടി നിന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു. ശ്രുതികടെ ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശരീരം മുഴുവൻ ചുവന്ന നിറം, ബ്രസ്റ്റിനുൾപ്പെടെ ചുവന്ന നിറം. പക്ഷെ ഇങ്ങനെ തൊലിയെല്ലാം മാറിയിട്ട് ഇടത് ബ്രസ്റ്റിൻ്റെ കണ്ണ് വരെ ഇങ്ങനെ ചുവന്ന് നിർത്തിയിരിക്കുകയാണ്. ത്വക്ക് രോഗം പോലെ എന്ന് പറയാൻ പറ്റത്തില്ല, അതിനേക്കാൾ മോശമായ എന്ത് രോഗമാണ്. തൊലി പൊളിഞ്ഞു പോയിട്ട് ചുവന്നിരിക്കുന്ന വ്യക്തിയെ ഇടത് വശത്ത് ബ്രസ്റ്റിനെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതികടെ ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു.
അവരുടെ ശരീരഭാഗങ്ങളിൽ കൈവെക്കണം. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ ഒരു സഹോദരനൊരു സാക്ഷ്യം പറഞ്ഞു. അതായത് നടുവേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്. അയാൾ നടുവിന് ഈ സംശയം കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് ഇതുപോലുള്ള ആരാധന സമയമാണ്. അയാൾ ഡേറ്റ് വരെ പറയുന്നു. കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ അയാൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2020 സംഭവിച്ച ഓൺലൈൻ പ്രാർത്ഥനയിലെ ഒരു സാക്ഷ്യമാണ്. ഇപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ആ നടുവിൻ്റെ രോഗവും അസ്ഥിയുടെ ചിഹ്നലവും എല്ലാം ആ നിമിഷം അങ്ങ് സുഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ ഈ കയ്യൊപ്പ് പ്രാർത്ഥന കർത്താവ് അങ്ങ് അംഗീകരിച്ച അടയാളങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ധൈര്യമായിട്ട് പകരം നിൽക്കുന്നവരാണെങ്കിൽ കൃപാസനത്തിൽ വന്നതുപോലെയുള്ള അനുഭവമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ഉദരരോഗമുള്ള ഒരു ഉദരത്തിൽ കൈവെക്കണം. കണ്ണിന് കരികരിപ്പും കാഴ്ചയും തിമിരവും ഒക്കെ ഉള്ള കട്രാക്ട്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ണിൽ കൈവെക്കണം. ചെവിപ്പഴുപ്പുള്ളവരെ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കരുവടമ്പടി ഈ പ്രാർത്ഥന നടക്കണ എവിടെയാണ്? അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവ്യ അൾത്താരയിലെ ഈശോയുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. ആ ഒരു ബോധം നിങ്ങൾക്ക് കയ്യൊപ്പ് പ്രാർത്ഥനക്കാർക്ക് ഉണ്ടാകണം. വെറുതെ മുടി കൊഴിഞ്ഞു പോയിട്ട് തലകൊട്ടി വരുന്നത് കാണുന്നുണ്ട്. അവർ ശിരസിൽ കൈവച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതെല്ലാം തിരിച്ചു വരും. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. ഇങ്ങനെ മുള്ളു പോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി പുറത്തേക്ക് തന്നെ കാണിക്കുന്നുണ്ട്. കാര്യം മുള്ളല്ല അത് ശരിക്കും പറയാം. നമ്മളിങ്ങനെ എന്തോ ഒരു കുന്തം ചെറുതായിട്ടിങ്ങനെ നമ്മുടെ വിരലിനേക്കണ്ട നാലിലോ ഇങ്ങനെ ഒരു ക്യാപ്സൂൾ ഗുളികയില്ലേ, അതിൻ്റെ വണ്ണത്തിൽ എന്തോ സാധനം ഇങ്ങനെ ശരീരത്തിന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ബോഡി ഉൾപ്പെടെയാണ്. അപ്പോൾ അതൊക്കെ തൊട്ടാൽ ബലമായിട്ട് തോന്നുന്നു. അപ്പോൾ അതൊക്കെ പേടിയാണ് അവർക്ക്. ഇത് ക്യാൻസർ ആകുമോ, ആശുപത്രി പോകാതൊക്കെ ഇരിക്കും ചിലപ്പോൾ പേടിച്ചിട്ട്. ആ വ്യക്തി കർത്താവ് ആ അങ്ങനെ ഉന്തി നിൽക്കുന്ന സ്ഥലത്ത് കൈവെക്കാൻ പറയുന്നുണ്ട് ഈശോ. കർത്താവേ, ഈ സമയത്തോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അനേകം മക്കൾ ഇപ്പോഴും നിന്നെ ആശ്രയിച്ചു. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. മുതുകിന് മുഴുവനും ഇങ്ങനെ ചൊറിഞ്ഞ് തിണർത്ത് ത്വക്ക് രോഗമായി കിടക്കുന്നവരുണ്ട്. അവർക്ക് മുതുകിന് ഇങ്ങനെ കൈ പുറത്തേക്കെടുത്ത് വെക്കാവുന്നതാണ്. സ്ത്രീയാണത് കാണിക്കുന്നത്. ചിലപ്പോൾ വർഷങ്ങളോളം നീര് കെട്ടി എപ്പോഴും മുതുകത്ത് നീര് കെട്ടുന്ന ആളാണ്. നീര് കെട്ടി കല്ലച്ചു പോയ വ്യക്തികളാണ്. അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവ്, ഈ കൈകളെല്ലാം ജനങ്ങൾ അവരവരുടെ ശിരസ്സിൽ വെച്ചിരിക്കുന്ന കൈകളെല്ലാം അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം ആക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ കൈ എടുക്കരുത്, അവിടെ തന്നെ കൈവച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുക. ഏത് സ്ഥലത്തായാലും എല്ലാ രോഗങ്ങളെയും കർത്താവ് ഏറ്റെടുക്കുകയാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ അഭിഷിക്തന് ഇപ്പോഴേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാറാത്ത മഴക്കാലമെല്ലാം ചോരുന്നവരുണ്ട്. വാർത്ത വീട് പോലും ചോരുന്നവരുണ്ട്. വെള്ളത്തിൽ വീട് മുങ്ങിക്കിടക്കുന്നവരുണ്ട്. മുറ്റത്തുനിന്ന് വെള്ളം മാറാത്തവരുണ്ട്. ഈ അകൃത്യത്തിൽ നിന്ന് എങ്ങനെയും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നരകമാണെന്നും പറഞ്ഞുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാത്തിനും നീ കൈപിടിച്ച് ഉയർത്തി വിടണേ. പത്രോസിനെ കടലിൽ നിന്ന് പൊക്കിയെടുത്തവനാണ് നീ. കർത്താവ്, ഇതുപോലെ ജീവിതത്തിൻ്റെ നിരാശയിൽ ആരും സഹായിക്കാനില്ല, പണമില്ല, സഹായിക്കാനില്ല, അതിന് ബുദ്ധിയില്ല, സ്വാധീനമില്ല, അതിനുള്ള സംവിധാനവും സാഹചര്യവും ഒന്നുമില്ലാത്തവർ 38 വർഷം ആരും ഇല്ലെന്നും പറഞ്ഞ് കർത്താവ് കിടന്ന കിടപ്പിൽ കിടന്നു പോയ മകൻ്റെ അടുത്തേക്ക് വന്നവനാണ് നീ. ആ കാരുണ്യം കർത്താവേ, ഇപ്പോഴും നീ പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ യാചിക്കുന്നു.
കൃപാസന ആൾക്കാരെ നീ സ്വർഗം കർത്താവെ അമ്മ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കിയ സ്വർഗത്തിൻ്റെ ആ മഹത്വത്തിൻ്റെ കാരുണ്യത്തിൽ അങ്ങോട്ട് യാചിക്കുന്നു. കർത്താവെ നിവൃത്തിയില്ലാത്തവനെ ഇപ്പം നീ കൈപിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും സഹായമില്ലാത്തവർ കർത്താവ് ജയിലിൽ കിടക്കുന്നവരുണ്ട്. കർത്താവ് ഇപ്പം തെറ്റായ ചിലപ്പോൾ അന്യായമായ ജോലി കിടക്കുന്നവരുണ്ട്. അന്യരാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്നവരുണ്ട്. അവരുടെ കാര്യം പുറത്തു പോലും അറിയാത്തവരുണ്ട്, അറിയുന്നവർ പല പല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ഒക്കാത്തവരുണ്ട്. എല്ലാവരെയും കർത്താവ് ആ ജയിലുകൾ ഇപ്പം തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിൻ്റെ കരുണ അവിടെ താമസിക്കട്ടെ. ജോലിയില്ലാതെ താമസിക്കുന്നവർ, ജോലിയില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവർ, വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർ, കർത്താവെ എല്ലാ തരത്തിലും തലവേദന അനുഭവിക്കുന്നവർ, മക്കളെക്കുറിച്ച് വിഷമം അനുഭവിക്കുന്നവർ, മക്കളുടെ തെറ്റായ പ്രണയബന്ധത്തിൽ കുടുങ്ങിപ്പോയതിൻ്റെ വിഷമം അനുഭവിക്കുന്നവർ, മക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ടവർ, മക്കളുടെ താന്തോന്നികളായിട്ട് തോന്നിവാസം പറയുമ്പോഴുണ്ടാകുന്ന ചങ്കുപതർച്ചയിൽ വേദനിക്കുന്നവർ, അവരെല്ലാം തിരുരക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈശോയെ, ജീവിതത്തെ കർത്താവെ സാമ്പത്തിക കടങ്ങളാൽ കർത്താവെ എങ്ങനെ വീടും, എങ്ങനെ ഒരു ജീവിക്കും, എങ്ങനെ പക്ഷിക്കാരന് ജീവിക്കും, എങ്ങനെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോലും മാന്യമര്യാദയായിട്ടും അഭിമാനം നഷ്ടപ്പെടാതെ ജീവിക്കുന്നറിയാൻ പാടില്ലാതെ വല്ലാണ്ട് തകർന്നു പോകുന്ന മക്കൾ കർത്താവെ ഇപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഉടമ്പടി എടുക്കാതിരിക്കുന്നവരെ സ്വച്ഛ പ്രാർത്ഥിക്കുന്നു, എടുത്തുപോയവരെ സ്വച്ഛ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവത്തിൻ്റെ സാക്ഷികളായി മാറാൻ വേണ്ടി യേശുക്രിസ്തു നാമത്തിൽ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മാരക രോഗങ്ങൾ തീരെ വ്യാധികൾ ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്നേഹിച്ചു നിന്റെ ശരീരം എനിക്കു നിന്റെ ശരീരം എനിക്കു സ്നേഹിച്ചു നിന്റെ ശരീരം എനിക്കു ആഴത്തിൽ സ്നേഹിച്ചു സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ